ഈ 2 അറ്റാക്ക് വന്ന് സ്ഥിരം മെഡിസിൻ കഴിക്കുന്ന ആള്. ഈ മെഡിസിൻ അതിനകത്ത്, ഈ മെഡിസിൻ എടുക്കാനുള്ള തുണ്ട് അതിനകത്ത്. ഇത് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഈ മഹേന്ദ്ര ഉത്തരവാദിത്തം പറയൂ? ഈ മഹേന്ദ്ര ഉത്തരവാദിത്തം പറയുമോ? വള്ളത്തിൽ പണിക്കാണ് പോണത്, കായൽ പണിക്കാണ് പോണത്. കൈ വയ്യാത്തോണ്ട് ഇപ്പൊ പോകുന്നില്ല. പുള്ളിക്കാരൻ ഏത് സമയത്ത് ഇവിടെ ഉണ്ട്. കൊച്ചു കുഞ്ഞിനെ കൊണ്ട് നിങ്ങൾ എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് അറിഞ്ഞൂടാ സാറേ എന്ത് ചെയ്യണമെന്ന്. രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും ഇതിന് ഇടപെട്ടേ പറ്റും. ഈ സ്വകാര്യ ബാങ്കുകാർ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ സർക്കാരിന് വേണം. ജപ്തിയുടെ ഇത് കുടിശ്ശികയുടെ പേരിൽ ആരും കുടിയിറക്കത്തില്ലെന്നാണ് സർക്കാർ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നത്. നമസ്കാരം, ഇത് ചെറിയങ്കിഴാണ്. ചെറിയങ്കിഴ് പുളുന്തുരുത്തിയാണ്. പുളുന്തുരുത്തി ഏത് വാർഡ് ചേട്ടത്? 13 വാർഡ്. അപ്പോൾ ഈ നിങ്ങളുടെ അവസ്ഥയാണ് അല്ലേ? എന്താണ് പറ്റിയേട്ടാ? കാര്യം പറയട്ടാ. 2 പ്രാവശ്യം അറ്റാക്കൊക്കെ വന്നു. പൈസയൊക്കെ അടച്ചേണ്ടിരുന്നതായി. കൈ ഒടിഞ്ഞ് കിടക്കുകയാണ്. അപ്പം ഞങ്ങൾ 90,000 രൂപ കൊണ്ട് ചെന്നു. നിങ്ങൾ എന്താണ് ഈ മഹീന്ദ്ര ബാങ്കുള്ള ബന്ധം എന്താണ് വീട്ടിന് വേണ്ടി എടുത്തതാണ്. വീട്ടിന് വേണ്ടി എടുത്തത്. പഞ്ചായത്തിന് ഇവിടെ അല്ലേ? പഞ്ചായത്തിൽ നിന്ന് കിട്ടിയെങ്കിലും പഞ്ചായത്ത് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ തന്ന കാശിന് അവസാനം ഞങ്ങൾ ലോൺ എടുക്കേണ്ടി വന്നു 2 ലക്ഷം രൂപയ്ക്ക്. എവിടെ നിന്ന് എടുത്ത്? മഹീന്ദ്ര ബാങ്കിൽ നിന്ന് എടുത്തല്ലേ? ഇപ്പൊ എത്ര വർഷം എടുത്തിട്ട്? 19 2019 അടയ്ക്കാൻ പറ്റിയില്ലല്ലേ? അടച്ചു. നമ്മൾ 2 ലക്ഷത്തിൽ കൂടുതൽ അടച്ചിട്ടുണ്ടായിരുന്നു. പലിശ കൂടുതലായല്ലേ? കൂടുതലായി. ഇപ്പൊ സംഭവിച്ച നമ്മള് കഴിഞ്ഞ വർഷം അവര് വന്നിട്ട് പോയായിരുന്നു. അപ്പൊ നമ്മളെ കൊണ്ട് അടയ്ക്കാൻ പറ്റൂല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം അവരിപ്പൊ ഇന്ന് വന്ന് ജപ്തി ചെയ്തോണ്ട് പോയി. വീടൊക്കെ കൂട്ടി. കോടതി ഞാനില്ലായിരുന്നു. 2 പോലീസുകാരുണ്ടായിരുന്നു. ബാക്കി ബാങ്കുകാരേ ഉള്ളൂ. 2 ലക്ഷത്തിൽ കൂടുതൽ അടച്ചിട്ടുണ്ട് നമ്മള്. 2 ലക്ഷം. ചേട്ടന്മാരെ, നിങ്ങളൊക്കെ ഇവിടെ ഉള്ള ആൾക്കാരല്ലേ? ഇത് 2 ലക്ഷം രൂപ അടച്ചെന്ന് പറയുന്നു. പലിശ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ മുൻ മെമ്പർ അല്ലേ? 2 ലക്ഷം അടച്ചെന്ന് പറയുന്നു. പിന്നെ എന്താണ് ഇത്രയും വിഷയം വരുന്നത്? ജപ്തി ചെയ്യാൻ വേണ്ടി പാവപ്പെട്ട ആൾക്കാർ. പക്ഷെ സർക്കാർ തന്നെ ഇപ്പോൾ ബജറ്റിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് ആരെയും കുടിയിറക്കത്തില്ലെന്ന്. ജപ്തിയുടെ ഇത് കുടിശ്ശികയുടെ പേരിൽ ആരെയും കുടിയിറക്കത്തില്ലെന്നാണ് സർക്കാർ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ പത്രത്തിലുണ്ട്. പക്ഷെ അതൊക്കെ ലംഘിച്ചിട്ടാണ് ഇപ്പം മഹേന്ദ്ര ഫിനാൻസ് കമ്പനി വന്നിട്ട് ഈ പാവപ്പെട്ട ചേട്ടനെ പുറത്തിറക്കുകയും എന്നിട്ട് നമ്മൾ അറിഞ്ഞു വരെയാണ് ഇത്. ആണോ? അതെങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അറിഞ്ഞു വന്നപ്പോ അവര് പോവുകയും ചെയ്തു. അവര് പോയി ഇവിടെ ഇല്ലായിരുന്നു. പൂട്ടാൻ ചെയ്തല്ലേ? ലോക്ക് ചെയ്തിട്ടുണ്ട്. സീൽ ചെയ്തു. ഇനി ഇവരെങ്ങോട്ട് പോകും? ഇവിടെ ഉള്ളവർക്കൊന്നും എങ്ങും കൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല. അവർക്ക് ഈ അഭയം കിട്ടുന്ന ഈ റോഡിൽ തന്നെ അവരിങ്ങനെ അടയ്ക്കാൻ പറ്റാതെ വന്ന അവസ്ഥയിൽ അവരെ പിടിച്ച് റോട്ടിയാക്കിയിട്ട് അവർ സീൽ ചെയ്തുകൊണ്ട് മര്യാദയാണ് കാണിച്ചത്. പൊടികുട്ടികളെ കിടക്കണില്ല. ഇവരെ കൊണ്ട് അടയ്ക്കാനും ഇനി പറ്റൂല. 2 പ്രാവശ്യം അറ്റാക്ക് വന്ന ആളാണ്. കൈ ഒടിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ. കൊച്ചു കുഞ്ഞിനെ കൊണ്ട് നിങ്ങൾ എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് അറിഞ്ഞൂടാ സാറേ എന്ത് ചെയ്യണമെന്ന്. അല്ല, നിങ്ങളുടെ നാട്ടുകാരല്ലേ? നിങ്ങളൊന്നും ഇടപെട്ട് നമ്മൾ അറിഞ്ഞു വന്നതല്ലേ ഉള്ളു. അറിഞ്ഞു വന്നപ്പോഴത്തേക്കാണ് സീൽ ചെയ്തിട്ട് പോയി. പിന്നെ ജപ്തി ചെയ്തവരിതിലെ കടന്നു കയറി ആക്രമിക്കുന്നത് കോടതിയിൽ ശിക്ഷാവത്തില്ലേ? കോടതി തന്നെ വന്ന ആൾക്കാര് അറിയാമോ ആര് വന്നെന്ന്? മഹീന്ദ്ര ഫൈനാൻസ് അതൊരു സ്വകാര്യ കമ്പനിയാണ്. അപ്പൊ അവര് കൊണ്ടുവരുന്ന ആൾക്കാര് പോലീസുകാരായാലും നിങ്ങൾ ചോദിക്കണ്ടേ ആരാണ് വന്നതാണെന്ന്? ഒരു വനിതാ പോലീസും ഉണ്ട്, ഒരു ആൺ പോലീസും ഉണ്ട്. ഇത്ര എനിക്കറിയാവുള്ളൂ. എവിടെ നിന്നാണ് ഏത് ചെറിയങ്കിലത്തെ ആണെങ്കിലും പിന്നുമെങ്കിലും അറിയാം. ഇത് എവിടത്തെ ആണെന്ന് എനിക്ക് വന്നാൽ അറിയില്ല സാറേ. അറിയണ്ടേ ചേട്ടാ? അത് ആര് വന്നു എന്താണെന്ന് അറിയണ്ടേ? അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. നാട്ടുകാരൊന്നും ഇവിടെ ഇല്ലായിരുന്നോ? ഇവിടെ ആരും ഇല്ലായിരുന്നു. ഇവിടെ എല്ലാവരും ജോലിക്ക് പോയി വീട്ടിൽ. നമ്മളിത് അറിഞ്ഞ ശേഷമാണ് ഇവിടെ വരുന്നത്. വന്നപ്പോഴാണ് ഇത് സംഭവം അറിയുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ കൂടി നിൽക്കുന്നത്. അല്ല, അതിപ്പോ എങ്ങനെയാണ് വന്നതെന്നോ അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് അവർ കാശ് അടച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഇല്ലേ? അവര് ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ അവർ അടച്ച്, പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ സുഖമില്ലാണ്ടായി. ഒരു 2 തവണ അറ്റാക്ക് വന്നു. പിന്നെ ഈ അടുത്ത കാലത്താണ് കൈ ഒടിഞ്ഞ് പുള്ളി പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ. സ്വകാര്യ ബാങ്കുകളുടെ വിഷയം ഒരുപാട് നാളായിട്ട് നമ്മൾ വാർത്ത ചെയ്യാനുണ്ട്. കാരണം ചെറിയ കാശിനൊക്കെ എടുത്തിട്ട് രാവിലെ വന്ന് വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് വൈകുന്നേരം വരെ ഇരിക്കുന്നൊരവസ്ഥയൊക്കെ ഉണ്ട്. നമ്മളത് കുറേ വാർത്ത ഏറ്റുള്ളതാണ്. പക്ഷേ ഈ അവസ്ഥയിലൊരു
കുഞ്ഞുങ്ങളെയൊക്കെ പടിയിറക്കിയിട്ട് പിന്നെ ഡ്രസ്സ് പോലും എടുക്കാൻ പറ്റില്ല, വസ്ത്രം പോലും എടുക്കാൻ പറ്റില്ല. ചേട്ടാ അങ്ങനെയാണെങ്കിൽ ഒരു വീട്ടിൽ നമ്മൾ ജപ്തി ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം ചെയ്യേണ്ടത് അവരുടെ സാധനങ്ങളൊക്കെ പുറത്തിറക്കില്ല അങ്ങനെയല്ലേ ചെയ്യണത്. ഇത് ആ പൊടി കുട്ടിയില വസ്ത്രം പോലും എടുക്കാൻ അനുവദിക്കാതെയാണ് അവർ ലോക്കിട്ട് ജപ്തി ചെയ്തുകൊണ്ട് പോയേക്കുന്നത്. സാധാരണ ജപ്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ വസ്തുക്കളൊക്കെ എടുത്ത് എല്ലാം വെളിയിൽ വെച്ചിട്ടാണ് സാധാരണ ചെയ്യേണ്ടത് അല്ലേ? ഇത് തെമ്മാടിത്തരമാണ് കാണിച്ചേക്കുന്നത്. അതും ഇവിടുത്തെ ഒരു ജനങ്ങൾ പോലും കൂടെ ഇല്ലാതെ ഒരാൾ ഒറ്റയ്ക്കുള്ളപ്പോൾ ഈ കാണിച്ചേക്കുന്നത് വേറെ തെമ്മാടിത്തരം. ഇത് അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള 10 പേരെ വിളിച്ചിട്ട് അവർ ചെയ്യായിരുന്നു എന്ത്? സ്ഥിരം ഉണ്ടാവും. പണിക്കൊന്നും കൈയുണ്ടോ? കൈ ഇല്ലല്ല, പണിക്കൊന്നും പോകുന്നില്ല. വള്ളത്തിൽ പണിക്കാണ് പോണത്, കായൽ പണിക്കാണ് പോണത്. കൈ വയ്യാത്തോണ്ട് ഇപ്പൊ പോകുന്നില്ല. പുള്ളിക്കാരൻ ഏത് സമയത്ത് ഇവിടെ ഉണ്ട്. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ജപ്തി ആണെങ്കിൽ എന്തായാലും വന്നിട്ട് നിങ്ങളെ സാധനം ഒന്ന് പുറത്ത് തരണ്ടേ അവര് ഇല്ലേ? അതല്ലേ വേണ്ടത് ആദ്യം. അത് നിങ്ങളെ വസ്ത്രവും നിങ്ങളെ സാധനങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എല്ലാം തന്നിട്ടുള്ള ജപ്തിയുള്ളത്. അല്ലാതെ അവരൊന്ന് പൊട്ടിട്ട് പോണത് ഇത് എന്ത് നിയമമാണത്? ഞാൻ കഴിക്കേണ്ടിയുള്ള ഗുളിക സഹിതം അതിനകത്തിരിക്കുകയാണ്. എനിക്കുള്ള ഗുളിക കഴിക്കേണ്ടിയുള്ള രാഷ്ട്രീയപ്പെടുത്താറില്ല ചേട്ടാ, എനിക്ക് അറിയാൻ ചോദിക്കാണ്. കാരണം ഇത്രയും ഒരു അക്രമം കാണിക്കുമ്പോഴത്തേക്ക് അത് ഇദ്ദേഹത്തിന് മരുന്ന് വരെ എടുത്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം രാഷ്ട്രീയപ്പെടുത്തവർക്കല്ലേ? അതാണല്ലോ, ആരുമില്ലായിരുന്നല്ലോ. ഞങ്ങൾ അറിഞ്ഞാണ് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അവർ ജപ്തി ചെയ്ത് പോയി കഴിഞ്ഞല്ലോ. അതാണ് ആ കമ്പനിക്കെതിരെ അടുത്ത നടപടി സ്വീകരിക്കണം ഉദ്യോഗസ്ഥരെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചേട്ടാ, നിങ്ങൾക്ക് ആർക്കും ധൈര്യമില്ലേ? ഇവരുടെ മരുന്ന് ഒരു അകത്ത് വെച്ച് കൂട്ടിക്കൊണ്ടുപോയാണ്. കമ്പനിയുടെ മര്യാദകളല്ലേ? നാട്ടുകാരല്ലേ എഴുതിയിരിക്കുന്നുണ്ട വസ്തു എന്ന് മാത്രമേ ഉള്ളൂ, വീടെന്ന് എഴുതിയിട്ടില്ല. വസ്തു അതുണ്ട്. ഈ ഉത്തരവ് പ്രകാരം ഈ വസ്തു മഹേന്ദ്ര റൂറൽ ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് വീടില്ല, വസ്തു മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതാണ് അവരുടെ ഇതിലില്ല. അവരുടെ വസ്ത്രങ്ങള് അവരുടെ ബാക്കിയുള്ള കാര്യങ്ങള് ഇവർക്ക് റോഡിൽ കിടക്കാൻ പറ്റുമോ? നമുക്ക് ഈ 2 അറ്റാക്ക് വന്ന് സ്ഥിരം മെഡിസിൻ കഴിക്കുന്ന ആള്, ഈ മെഡിസിൻ അതിനകത്ത് ഈ മെഡിസിൻ എടുക്കാനുള്ള തുണ്ട് അതിനകത്ത്. ഇത് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഈ മഹേന്ദ്ര ഉത്തരവാദിത്തം പറയുമോ? ഈ പുള്ളിക്കാരന് എന്തെങ്കിലും സംഭവിച്ചാൽ 2 അറ്റാക്ക് കഴിഞ്ഞ ആളാണ്. ഇതിന് മഹേന്ദ്രക്കാർ ഇതിന് ഉത്തരവാദിത്തം ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ മുതിർന്ന ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഇതിൽ ഇടപെടണം. രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും ഇതിന് ഇടപെട്ടേ പറ്റൂ. ഇതുപോലെ 3 സെന്റ് ഉള്ളവനൊക്കെ അവർ 2 ലക്ഷം രൂപ എടുത്തെന്ന് പറഞ്ഞ് 2,09,000 രൂപ അവർ അടച്ചേക്കുന്നു. അതിനുശേഷം പുള്ളിക്കാരന് 2 അറ്റാക്ക് വന്നു, കൈ ഒടിഞ്ഞു. ഇപ്പോൾ പുള്ളിക്കാരന് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഇതുപോലെയാണോ ചെയ്യേണ്ടത്? അവർ 3 സെന്റ് ഉള്ളവൻ ഇനി എവിടെ പോവേണ്ടത്? 2 സെന്റ്. ഈ 2 സെന്റ് ഉള്ളവൻ തെരുവിൽ കിടക്കണോ? ഭീകര ദൃശ്യമാണ്. എനിക്കൊന്നും പറയാൻ കഴിയില്ല. കാരണം ആ ചേട്ടൻ അറ്റാക്കാണ്. ചേട്ടൻ മരുന്ന് പോലും എടുക്കാൻ പറ്റാതെ അവരത് എന്താ പറയുക, വീട് അവർ ജപ്തി ചെയ്തു. ഇത് ജനം അറിയണം, സർക്കാർ അറിയണം, ബാക്കി സംവിധാനങ്ങളൊക്കെ അറിയണം. കാരണം ആ ചേട്ടനും ആ പൊടി കുഞ്ഞും എല്ലാം റോഡിൽ ഇരിക്കുന്ന ഒരവസ്ഥയാണ്. അവർ അടച്ചു, കാശ് തിരിച്ചടച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ഈ സ്വകാര്യ ബാങ്കുകാർ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അതിനെ നിയന്ത്രിക്കാനുള്ളൊരു കഴിവ് നമ്മുടെ സർക്കാരിന് വേണം. അതില്ലാത്തത് എന്തു പറയുക, അത് ഞാൻ ആരുടെ പറയാനായിട്ട് അത് പറയണം. അത് പറഞ്ഞാലേ പറ്റൂ. കാരണം അത്രയും പാവപ്പെട്ട ആൾക്കാരാണ്, കായലിൽ പണിക്ക് വന്ന ആൾക്കാരാണ്. തിരുത്തേണ്ടത് നിങ്ങളാണ്. വിസ്മയസിന് വേണ്ടി ക്യാമറാമാൻ അരുൺ സാറിനൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.